ഇസ്രായേലുമായുള്ള ജർമ്മനിയുടെ ആയുധ കരാർ അവർ റദ്ദാക്കി. അതോടുകൂടി ഇസ്രായേലും ജർമ്മനിയും തമ്മിൽ അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന അഭിപ്രായം പുറത്തു വന്നു. 1948 തുടങ്ങിയതാണ് ഇസ്രായേലും ജർമ്മനിയും തമ്മിലുള്ള വലിയ ബന്ധങ്ങൾ. ആ ബന്ധത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ പല ഘട്ടങ്ങളിലും സാമ്പത്തികമായും സൈനികമായും ആയുധപരമായും ജർമ്മനി ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2023 ആരംഭിച്ച യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത ഒരു രാജ്യത്തിൻ്റെ പേര് ജർമ്മനി എന്നാണ്. ചില റിപ്പോർട്ടുകൾ ബ്രിട്ടൻ ആണെന്ന് പറയുന്നു. ഏതാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിൽ തന്നെ മൂന്നാം സ്ഥാനം ജർമ്മനിക്കാണ്. ആ ജർമ്മനി ഇപ്പോൾ കരാർ റദ്ദാക്കിക്കൊണ്ടൊരു ഉത്തരവിടുകയും അത് ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗസയിൽ കൂട്ടക്കുരുതി നടത്താൻ വേണ്ടി ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. വംശഹത്യക്ക് എന്നും ജർമ്മനി എതിരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന വംശഹത്യ തങ്ങളുടെ ആയുധം കൊണ്ടാവരുത് എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ഹിറ്റ്ലർക്ക് സമാനമായിരിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതിനാൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ നിരാശയുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ആയുധ കരാറുകളും ഞങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഉക്രൈൻ സൈലൻ്റ് ആയി പോകുന്നത് പോലും ആയുധം കിട്ടാത്തത് കൊണ്ടാണ്. ആയുധം കിട്ടാതിരിക്കുന്ന സമയത്ത് ശത്രുപക്ഷം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും. അങ്ങനെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ സമയത്തെല്ലാം അതിന് വലിയ സഹായം നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്ക കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ സമയത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം അവർ അവകാശപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ അത് ശരിയാണ്. കാര്യം ഇറാൻ്റെ സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും അടക്കം ഏകദേശം 1/2 ഡസനോളം ആളുകളെ ഒരേ സമയത്ത് തന്നെ മിസൈൽ പായിച്ചോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തുന്നു. പിന്നീട് രാജ്യ തലസ്ഥാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തും. അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ ഇറാൻ്റെ ശക്തമായിരിക്കും തിരിച്ചടി വന്നതോടുകൂടി ഇസ്രായേലിന് വലിയ നാശങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടായപ്പോൾ അവർ ലോകത്തിന് മുൻപിൽ നാണം കെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ അവരുടെ നാണക്കേടിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. അതല്ലാതെ ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർക്കേണ്ട ഒരു സ്ഥിതിവിശേഷമൊന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടില്ല, ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നടന്ന സംഭവം എന്ന് പറയുന്നത് അവരിങ്ങോട്ട് ഇസ്രായേലിൻ്റെ പരാജയം അത് അമേരിക്ക സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം മെനയുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇറാൻ ആക്രമിച്ചു. ഇറാഖിനെ ആക്രമിക്കുന്നതോടുകൂടി ഇറാൻ നിലംപരിശാവും എന്ന് ലോകം കണക്ക് കൂട്ടി, അമേരിക്ക കണക്ക് കൂട്ടി. എന്നാൽ തിരിച്ചടിച്ചു. അത് ശക്തമായിരിക്കും തിരിച്ചടിയാണ്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അവരുടെ ഏറ്റവും വലിയ സൈനിക മേധാവിത്വമുള്ള ഖത്തറിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന് പരാജയം ഉണ്ടായത് ആയുധത്തിൻ്റെ കുറവ് കൊണ്ടും തന്ത്രത്തിലുള്ള പാളിച്ച കൊണ്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം കൊണ്ടുമാണ്. അപ്പോൾ അമേരിക്ക അവിടെ സഹായിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അമേരിക്കക്ക് കിട്ടി എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ തിരിച്ചടി ശക്തമാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവർ പരാജയം സമ്മതിക്കും എന്നുള്ളത് ഇതിന് മുമ്പ് തന്നെ ലെബനാൻ പറഞ്ഞിട്ടുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രദേശത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂമിക്ക് വേണ്ടിയിട്ട് തങ്ങൾ നിരന്തരം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നതാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഏകദേശം 60% ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്നതിന് അവർ വിശദീകരണം കൊടുക്കുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഒരു സമാധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനോ അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അവർ കരാർ ലംഘിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നിരന്തരം അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവർ തോറ്റു പിന്മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തന്ത്രമാണിപ്പോൾ ഇറാൻ ചെയ്തതുകൊണ്ട് വിജയിച്ചത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം. അപ്പോൾ അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാൻ അവർക്ക് ആയുധങ്ങൾ വേണം. ആയുധ നേട്ടങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കണം. അത് ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ കിട്ടുകയും വേണം. അത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ, അതേപോലെ തന്നെ വംശഹത്യകൾ, ഈ വംശഹത്യകൾക്കും കൂട്ടക്കൊലകൾക്കുമെല്ലാം ഈ ജർമ്മനിയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഗസയുടെ ഭൂപ്രദേശത്ത് വീണിട്ട് പൊട്ടാതിരിക്കുന്ന ആയുധങ്ങളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടും മിസൈലിൻ്റെ കഷ്ണങ്ങളുടെ ചിത്രം എടുത്തുകൊണ്ടും പ്രദർശിപ്പിക്കപ്പെട്ടു.
ഇത് ജർമ്മനിക്ക് വലിയ മാനക്കേട് ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജർമ്മൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എല്ലാവിധ ആയുധ കരാർ റദ്ദാക്കിയിരിക്കുന്നു. വംശീയ ഹത്യകൾക്ക്, കൂട്ടക്കൊലകൾക്ക് ഞങ്ങളൊരിക്കലും അംഗീകാരം നൽകിയോ, ഞങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് കൂടിയാണ് ജർമ്മനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്.